സിപിഐഎമ്മിനെ വെട്ടിലാക്കി നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണവുമായി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സംഭാഷണം പുറത്ത്. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായ AC മൊയ്തീൻ, MK കണ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ശബ്ദരേഖ. ആരോപണങ്ങൾ നിഷേധിച്ച സിപിഐഎം നേതൃത്വം ശരത് പ്രസാദിൽ നിന്ന് വിശദീകരണം തേടുമെന്ന് അറിയിച്ചു. വിവാദമായതോടെ ശബ്ദ സംഭാഷണത്തിന്റെ ആധികാരികതയിൽ സംശയം പ്രകടിപ്പിച്ച ശരത് പ്രസാദ് രംഗത്തെത്തി. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടും നടത്തറ സഹകരണ സംഘത്തിലെ അഴിമതി ആരോപണവും നിലനിൽക്കെയാണ് സിപിഐഎമ്മിനെ കുരുക്കിലാക്കി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സംഭാഷണം. സിപിഐഎം നടത്തറ ലോക്കൽ കമ്മിറ്റി അംഗം നിബിനുമായി നടത്തിയ സംഭാഷണത്തിൽ MLA-മാരായ സേവർ ചുറ്റിലപ്പള്ളിക്കും KK രാമചന്ദ്രനുമെതിരെ പരാമർശങ്ങളുണ്ട്. ആരോപണങ്ങൾ സിപിഐഎം ജില്ലാ നേതൃത്വം തള്ളി. ഇതേക്കുറിച്ച് ശരത്തുമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ് കിട്ടിയ ഒരു ആയുധം എന്ന നിലയിലാണ് അവരത് പ്രചരിപ്പിക്കുന്നത്. വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ശബ്ദ സംഭാഷണത്തിലെ ആരോപണത്തിൽ MK കണ്ണന്റെ പ്രതികരണം ഇങ്ങനെ: ഏത് ബാങ്കിലാണ് അക്കൗണ്ടുള്ളത് അത് പറയും. ഒരു 100 രൂപയിൽ കൂടുതൽ ഒരു അക്കൗണ്ട് എനിക്ക് ഒരു ബാങ്കിലും ഇല്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള ശബ്ദ സംഭാഷണമെന്നാണ് സിപിഐഎം വിശദീകരണം. സംഭാഷണം വിവാദമായതോടെ നേതാക്കളെ സംബന്ധിച്ച് തനിക്ക് അങ്ങനൊരു അഭിപ്രായമില്ലെന്നാണ് ശരത് പ്രസാദിന്റെ മലക്കം മറിച്ചൽ. ശബ്ദ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആദായനികുതി വകുപ്പിന് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര പരാതി നൽകി. ഇതിന്റെ ശബ്ദ സംഭാഷണത്തിൽ ശരത് പ്രസാദുമായി സംസാരിച്ച സിപിഐഎം നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസനെ മറ്റൊരു സംഭവത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.